ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ചോറ് കഴിച്ചിട്ടായല്ലേ? അമ്മ ചോറ് കഴിക്കുമ്പോൾ അമ്മക്ക് സുഖമില്ല. ചോറ് കഴിക്കുമ്പോൾ നെഞ്ച് വേദന വന്നിട്ട് കഴിച്ചിട്ടേ ഇല്ല, അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഛർദി വന്നു. ഛർദി അറിഞ്ഞാൽ കന്നഡത്തിൽ വാർത്തി. അത് കുറച്ച് ഛർദി വന്നപ്പോൾ കുറച്ച് സുഖമായി. നേരത്തെ ലൈവിൽ വന്നു. അമ്മക്ക് സുഖമില്ലാത്തത് കൊണ്ട് അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കണമല്ലോ. അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല. അമ്മ ഒന്നും കഴിക്കൂല. അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കുറച്ച് കഞ്ഞി കുടിച്ചു. പിന്നെ 60 വരെ ആയതല്ലേ നമ്മൾ കർണാടകത്തിൽ. 60 കഴിഞ്ഞിട്ട് 70 വരെ. 61, 62, 63, 64, 65, 66, 67, 68, 69, 70. എനിക്ക് 100 വരെ അറിയുള്ളൂ. 100 കഴിഞ്ഞാൽ എനിക്ക് അത്രേ അറിയുള്ളൂ. അപ്പോൾ 70 വരെ, 61 70 വരെ. പിന്നെ എനിക്ക് വയറ് നിറഞ്ഞു എന്ന് പറയുന്നതിന് കന്നഡത്തിൽ ನನಗೆ ಹೊಟ್ಟೆ ತುಂಬಾಯಿತು. എനിക്ക് മറന്നു വേണ്ടായിരുന്നു. എനിക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് മറന്നു പോന്നു. പിന്നെ കറിയില്ലേ, കറി നല്ല ഉണ്ടെന്ന് പറയുന്ന പദാർത്ഥ ഉള്ളതാಗಿದೆ. അങ്ങനെ കറി നല്ല ഉണ്ട് എന്ന് പറയുന്നതിന് പദാർത്ഥ ഉള്ളതാಗಿದೆ. തുണി അലക്കുന്നില്ലേ നമ്മൾ, തുണി അലക്കുന്നതിന് ബಟ್ಟೆ ಒಗಿಲಿಕ್ಕೆ ಉಂಟು. തുണി അലക്കാനുണ്ട്, ബಟ್ಟೆ ಒಗಿಲಿಕ್ಕೆ ಉಂಟು. ഇത് അമ്പലത്തിൽ പോകുന്നില്ലേ, അതിന് ದೇವಸ್ಥಾನಕ್ಕೆ ಹೋಗ್ಲಿಕ್ಕೆ ಉಂಟು. ಅಲ್ಲೇ ದೇವಸ್ಥಾನಕ್ಕೆ ಹೋಗ್ತೇನೆ, ಪ್ರಾರ್ಥನೆ ಮಾಡಲಿಕ್ಕೆ ಉಂಟು ಹಾಗೆಲ್ಲ പറയുന്നില്ലേ. അങ്ങനെ ഞാൻ കുളിച്ചിട്ട് വരുന്നെന്ന് പറയുന്നില്ലേ, അതിന് ഞാൻ സ്നാനം ಮಾಡಿ ಬರ್ತೇನೆ. ഇപ്പം അമ്മയുടെ ഒരു എങ്ങനെയുണ്ടെങ്കിൽ ഞാൻ കുളിച്ചിട്ട് വരുന്നെന്ന് പറയുന്നില്ലേ, അത് കന്നഡത്തിൽ സ്നാനം ಮಾಡಿ ಬರ್ತೇನೆ. പിന്നെ അച്ഛൻ, അപ്പ, അമ്മ, അല്ലെങ്കിൽ മമ്മി അങ്ങനെ വിളിക്കുക. അപ്പ, അമ്മ, ഏട്ടന, അണ്ണ, പിന്നെ ತಂಗಿ, അല്ല അനിയത്തിന ತಂಗಿ, അനിയന തമ്മ, പിന്നെ ഇളയപ്പന ചിക്കമ്മ, ഇളയപ്പന ചിക്കപ്പൻ, ഇളയമന ചിക്കമ്മ, മുത്തപ്പന ದೊಡ್ಡಮ್ಮ, ದೊಡ್ಡಪ್ಪ ದೊಡ್ಡಮ್ಮ, മുത്തപ്പ മുത്തപ്പ എന്നില്ല, ദൊഡ്ഡപ്പ ദൊഡ്ഡമ്മ. പിന്നെ അങ്ങനെ പിന്നെ എന്ത്, ഇങ്ങനെ ചോറ് കഴിച്ചു. ഇനി നമ്മൾക്ക് അമ്മക്ക് പിന്നെ ഒരു കോഴക്കായില്ലേ, കോഴക്കേനെ ഇവർ തൊണ്ടക്കായി എന്ന് പറയും. കോഴയ്ക്കും വട്ടട്ടിയും ഒന്നും ഇടില്ല, ഇങ്ങനെ മുളക് കടുവറുത്ത് മുളക് തൊല്ലിയിട്ട് വേവിക്കുന്നത്. അത് എനിക്ക് തിന്നാൻ കഴിയുക അങ്ങനത്തെ കറി. അങ്ങനെ ഞാൻ നമ്മളെ രീതിയിലുള്ള കറി വെച്ച് കോഴയ്ക്ക് നീരുള്ളി എല്ലാം ഇട്ടിട്ട് തേങ്ങ വെളുത്തുള്ളി എല്ലാം കുത്തിയിട്ടിട്ട്, ഇവർ കറിക്ക് ആരുമില്ലല്ലോ, അങ്ങനെ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് വെച്ച്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഞ്ഞി കുടിച്ചു. പിന്നെ അമ്മ കറുത്ത തോര ഇങ്ങനെ പുളിവെള്ളം വെക്കുന്നില്ലേ നമ്മൾ, അതിൽ കുറച്ച് പുളി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഒത്തിരി കുറച്ച്, ഇതൊന്നും ഇടില്ല, പുളിയൊന്നും ഇടില്ല. അതുകൊണ്ട് അതിൻ്റെ തോര ഞാൻ ലാസ്റ്റ് എടുത്തിട്ട് കടുക് വറുത്തിട്ട് തേങ്ങയിലിട്ടിട്ട് തിന്നലുണ്ട്.
നല്ല രസമുണ്ട്. അങ്ങനെ ഇന്ന് കഞ്ഞി കുടിച്ചിട്ടാണ്. കഞ്ഞി കുടിക്കുമ്പോഴേക്ക് നെഞ്ഞുവേദന ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. കുറേ ആയി വരാതെ. അങ്ങനെ ഇന്ന് നെഞ്ഞുവേദന വന്നു. കുറേ വിരലിട്ട് ഛർദ്ദിച്ച് വയറ്റിത്തെല്ലാം പോയതിന് ശേഷം കുറച്ച് സുഖമുണ്ട്. അങ്ങനെ അമ്മ ഉറങ്ങുന്നത് കൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നു. അല്ലെങ്കിൽ കിരികിരിയാക്കും. പിന്നെ ഞാൻ കുറച്ച് കഞ്ഞി കുടിച്ചു വെള്ളമാക്കിയിട്ട്. അമ്മ നോക്കുന്ന ഇതാണ് തൃപ്പത്തി. ഈശ്വരന്മാരെ ഇതേ നോക്കുള്ളൂ, വേറൊന്നും അമ്മ നോക്കൂല. പിന്നെ ഞാൻ മൊബൈലുണ്ട്, അതിൽ പ്രേമമില്ലേ, അത് മാത്രമേ കേൾക്കലില്ല, വേറൊന്നും കേൾക്കില്ല. പിന്നെന്താ, ഇന്നിപ്പോൾ ഏടി പോകാൻ പറ്റില്ല, നമ്മുടെ അടുത്ത് തന്നെ നിൽക്കണമല്ലോ. അതുകൊണ്ട് പിന്നെ വൈകുന്നേരം അമ്മ എഴുന്നേറ്റ് എങ്ങനെ നമുക്ക് നല്ല സുഖമായ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആവും. അപ്പോൾ വേണോ വേണ്ടേ എന്ത് വേണോ എന്നുള്ള അമ്മ പറയണം. അമ്മ പറഞ്ഞപ്പോൾ അതാക്കിയിട്ട് കൊടുക്കുന്നു. പിന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നവർ, എൻ്റെ വീഡിയോ കാണുന്നവർ, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവരും, പിന്നെ ലൈക്ക് അടിക്കുന്നവർ, എല്ലാവർക്കും ഒത്തിരി സ്നേഹം, ഒത്തിരി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം. വീഡിയോ നോക്കുന്നുണ്ടല്ലോ, അതുപോലെ സബ്സ്ക്രൈബ് ആക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട്, 139 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഇന്നലെയെല്ലാമായിട്ട് കുറച്ച് ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്, എന്ത് പറഞ്ഞറിയിക്കാത്ത സന്തോഷമുണ്ട്. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കാം. നിങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. എന്നും പറയുന്നത് പോലെ എൻ്റെ മോന് നല്ലൊരു കുടുംബത്തിലെ ഒരു പെണ്ണുകുഞ്ഞിനെ അനുവാദത്തോട് കൂടിയിട്ട് ശരിയാക്കി തരണം. എൻ്റെ ഫോട്ടോ ഞാൻ ഇങ്ങനെ ഇനി വീട്ടിൽ പോയിട്ട് മൊബൈലിലുണ്ടായിന്, മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ഇതാണ്, അപ്പോൾ അതെല്ലാം പോയി. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരു ശരിക്കുള്ള ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല. വീടെല്ലാം ഞാൻ അന്ന് ഇട്ടിന്. ഞാൻ ഇന്നും കൂടി ഇനി 7-ാം തീയതി പൊങ്കാല ഉണ്ട്, അന്നേരം പോകുന്നു. അപ്പോൾ ഞാൻ വീടിൻ്റെ എല്ലാം വീഡിയോ ഇടാൻ. പൂച്ചക്കുഞ്ഞെല്ലാം ഉണ്ട്, പൂച്ചയുണ്ട്. സുഗുണെന്ന് പേര് പൂച്ചേരെ. അന്ന് ഞാനൊരു വീഡിയോ ഇട്ടിനില്ല. കഴിഞ്ഞതിൽ പോകുമ്പോൾ വീടെല്ലാം വൃത്തികേടുണ്ടായി, അതുകൊണ്ട് എല്ലാം ക്ലീനാക്കിയിട്ടാകുമ്പോൾ പിന്നെ റേഞ്ചില്ല. അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടിട്ടാണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാ, മനസ്സിലാകുന്നുണ്ടാ? പിന്നെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. അത് പറഞ്ഞു തരാനായിട്ടല്ലേ പിന്നെ ലൈവിൽ വരണ്ടേ അല്ലേ. 1000 സബ്സ്ക്രൈബർ എന്നല്ല പറയുന്നു. എനിക്കറിയാം, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേ ലൈവിൽ നിങ്ങളെ അഭിപ്രായമെല്ലാം അറിയുമല്ലേ. അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. അങ്ങനെയെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. പിന്നെ 1000 സബ്സ്ക്രൈബറിലായി കഴിഞ്ഞെങ്കിൽ ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഫ്രീ ആയിട്ട് ഒരു 5-6 അമ്മമാരെ നോക്കും. അത് എൻ്റെ വാക്കാണ്. എനിക്കങ്ങനെ ഫ്രീ ആയിട്ട് അമ്മമാരെ നോക്കണമെന്നുണ്ട്. ഇപ്പോൾ അതിന് പറ്റിയ ഇതല്ല. പിന്നെ എനിക്ക് നല്ല വലിയ നിലയിലുള്ള ഒരു 5-6 അമ്മമാരെ കിട്ടിയാൽ എനിക്ക് 5-6 അമ്മമാരെ ഫ്രീ നോക്കാൻ പറ്റും. അതെനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഈശ്വരൻ അങ്ങനെ എത്തിക്കട്ടെ. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വേണം, നിങ്ങളെല്ലാവരും സ്നേഹം വേണം. നിങ്ങളെ ഇതാണ് നമുക്ക് ബലം.
ഞാൻ ഫസ്റ്റ് ഇങ്ങനെ എത്ര ആൾ നോക്കി എന്നെല്ലാം ഞാൻ നോക്കലുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇത്ര വീഡിയോ എന്നെല്ലാം നോക്കുന്നുണ്ട് പറയും. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അപ്പോൾ ആ സന്തോഷം നിങ്ങൾക്കും കൂടി നിങ്ങളെ നിങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇന്ന് ഇത്രയേ ഉള്ളൂ, ബാക്കി നാളെ കാണാം. ഓക്കെ, ബൈ ബൈ ബൈ.